विहारी जय राधा माधव कुंज विहारी जय गोपी जन वल्लभा जय गिरिवरधारी जय गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि यमुनतीरावनचारि जय राधा माधव कुंज विहारी जय श्री कृष्ण चैतन्य प्रभु नित्यानंदा श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंदा हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा 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 हरे 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 राम राम हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय गुरुदेवा जय प्रभुपदा जय भक्ति वेदांत स्वामी प्रभुपदा जय गौरनिताय जय गौरनिताय जय गौरनिताय जय गौरनिताय निताय गौर हरि बोल निताय गौर हरि बोल। ओम श्री बालधर्म सर्वज्ञ स्वामी प्रभुपाद की जय। श्री गुरुदेव की जय। नमाचार्य श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर गुरुदेव की स्मरण की जय। जगत की जय। गौरताई की जय। नचने श्री राधा माधव की जय। अनंत कोटि वैष्णव की जय। जय गौर सिद्धनाथ प्रेमानंदे हरि हरि। हरे कृष्ण। കേൾക്കാമോ? കേൾക്കാം ആജി. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെ ഒരു സർവീസ് എനിക്ക് നൽകിയതിന് പ്രഭുവിനോടും മാതാജിയോടും എന്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ്. കൃഷ്ണകഥാമൃത പ്രഭുവിനോടും ഐശ്വര്യ മാതാജിയോടും എന്റെ സ്പെഷ്യൽ താങ്ക്സ്. ഭാഗവതം സർവീസ് ഒരു ഗിഫ്റ്റ് ആണ്. അത് നൽകിയതിന് കടപ്പെട്ടിരിക്കുന്നു മാതാജി. പിന്നെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഐ ഓഫർ മൈ റെസ്പെക്ട്ഫുൾ obeisances to my Guru Maharaj, His Holiness Japataka Swami Maharaj. I seek his blessings to do this service sincerely and to do justice to this service. I also seek blessings from I offer my humble obeisances and seek blessings from all my Shiksha Gurus and all the Vaishnavas assembled in this Satsanga. I seek all your blessings. Then I also seek the blessings of the deities, Jagannath, Baldev, Subramani, Sudarshan, Laddu Gopal, Gaur Nitai, Sri Krishna Balaram, Narsim Dev, and Sri Radha Madhava. And in case if there is any offense or any mistakes, in advance I'm requesting all of you to kindly forgive the same. Hare Krishna. Om Namo Bhagavate Vasudevaya.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. മൂകം കരോതി വാചാലം പങ്ക്വം ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ സർവീസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശ്ലോകം ശ്രീമദ് ഭാഗവതം 1-ാമത്തെ സ്കന്ധത്തിലെ 4-ാം അധ്യായത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങളാണ്. 15-ാമത്തെ ശ്ലോകത്തിലേക്ക് അടുക്കാണ്. सा कदाचित् सरस्वत्या उपस्पृश्य जलं शुचिः विविक्त एक आसीना उदितेरविमण्डले. सा कदाचित् सरस्वत्या उपस्पृश्य जलं शुचिः विविक्त एक आसीना उदितेरविमण्डले. Word to word translation. സഹ അദ്ദേഹം കഥാചിത് ഒരിക്കൽ സരസ്വത്യ സരസ്വതി തീരത്ത് ഉപസ്പൃശ്യ പ്രഭാത സ്നാനത്തിന് ശേഷം ജലം ജലം ശുചിഹി ശുചിയായി തീരുക വിവിക്തേ ധ്യാനം ഏകം ഒറ്റയ്ക്ക് ആസീനഹ അപ്രകാരം ആസനസ്ഥനായിട്ട് ഉദിതേ ഉദിക്കുന്ന നേരം രവിമണ്ഡലെ സൂര്യദേവൻ. വിവർത്തനം ട്രാൻസ്ലേഷൻ ബൈ ശ്രീല പ്രഭുപാദ്. ജയ് ശ്രീല പ്രഭുപാദ്. ഒരിക്കൽ സൂര്യോദയ വേളയിൽ വ്യാസദേവൻ സരസ്വതി നദിയിൽ സ്നാനം ചെയ്ത ശേഷം ധ്യാനനിരതനായി ഏകനായി ഉപവിഷ്ടനായി. ഭാവാർത്ഥം: സരസ്വതി നദി ബദരിക ആശ്രമത്തിനടുത്ത് ഹിമാലയ സാനുക്കളിൽ ഒഴുകുന്നു. ആകയാൽ വ്യാസദേവൻ നിവസിക്കുന്ന ബദരിക ആശ്രമത്തിലെ ശമ്യപ്രാശം എന്ന സ്ഥലത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ശ്ലോകം 16. പരാവരജ്ഞ ഋഷിഃ കാലേനാവ്യക്തരംഹസാ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. പരാവരജ്ഞ ഋഷിഃ കാലേനാവ്യക്തരംഹസാ യുഗധർമ്മവ്യതികരം പ്രാപ്തം ഭുവി യുഗേ യുഗേ. വേർഡ് ടു വേർഡ് ട്രാൻസ്ലേഷൻ. പര അവര ഭൂതവും ഭാവിയും, ജ്ഞ അറിയുന്നവൻ, സഹ അദ്ദേഹം, ഋഷി വ്യാസദേവൻ, കാലേന കാലക്രമത്തിൽ, അവ്യക്ത അവ്യക്തമായ, രംഹസ മഹാശക്തിയാൽ, യുഗധർമ്മം യുഗാനുസാരികളായ കർമ്മങ്ങൾ, വ്യതികരം വിധിവിരുദ്ധങ്ങളായവ, പ്രാപ്തം പ്രാപ്തമാക്കുന്നു, ഭുവി വനത്തിൽ, യുഗേ യുഗേ വ്യത്യസ്ത യുഗങ്ങളിൽ. വിവർത്തനം ജയ് ശ്രീല പ്രഭുപാദ്. യുഗധർമ്മങ്ങളിലെ വിധിവൈരുദ്ധ്യങ്ങൾ മഹായോഗിയായ ശ്രീ വ്യാസദേവൻ മുൻകൂട്ടി ദർശിച്ചു. കാലചക്രത്തിലെ അദൃശ്യ ശക്തികളുടെ പ്രഭാവത്താൽ വിഭിന്ന യുഗങ്ങളിൽ ഇപ്രകാരമുള്ള സംഭവങ്ങൾ ഭൂമിയിൽ അരങ്ങേറുന്നു. ഭാവാർത്ഥം: വ്യാസദേവനെ പോലെയുള്ള മഹായോഗികൾ മുക്ത ആത്മാക്കൾ ആകയാൽ ഭൂതവും ഭാവിയും മുൻകൂട്ടി ദർശിക്കാൻ അവർക്ക് കഴിയുന്നു. അപ്രകാരം കലിയുഗത്തിലെ വിധിവൈരുദ്ധ്യങ്ങൾ അദ്ദേഹം ദർശിച്ചു. ആകയാൽ യഥോചിതമായി അജ്ഞതാപൂർണമായ കലിയുഗത്തിൽ സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമപൂർവമായ ജീവിത നിർവഹണത്തിന് സാധ്യമാകുന്ന വിധം ഒരുക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി. ഈ കലിയുഗത്തിൽ താൽക്കാലികമായ ഭൗതിക ഭോഗ വിഷയങ്ങളിൽ സാമാന്യ ജനങ്ങൾ ആധിക്യമായി താല്പര്യം പ്രദർശിപ്പിക്കും. ആത്മീയ വിജ്ഞാനത്തിൽ പ്രബുദ്ധരായി തീരേണ്ടതിന്റെ ആവശ്യകതയുടെയും ജീവിത നേട്ടത്തിന്റെയും മൂല്യനിർണയം നടത്താൻ അജ്ഞത ഹേതുവാകിയാൽ അവർ അസമർത്ഥരായി തീരുന്നു. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനാതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം.
नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते जयपताकस्वामीति नामिने नमाचार्यपदाय निताय कृपाप्रदायिने गौरकदाधान्ताय नागराग्रामतारिणे नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने नमस्ते सरस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द वञ्चाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। हरे कृष्णा 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 हरे 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 राम 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 हरे हरे। ഹരേ കൃഷ്ണ. സോ ഇന്നത്തെ നമ്മുടെ ഭാഗവതം ചർച്ച ഒന്നാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായത്തിലെ 15ഉം 16ഉം ശ്ലോകങ്ങളാണ്. അപ്പൊ ഈ ശ്ലോകങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്പനേരം നമുക്ക് ഭാഗവതത്തിനെ ഒന്ന് ഗ്ലോറിഫൈ ചെയ്യാം. അപ്പൊ ഭാഗവതം എന്ന് പറയുന്നത് നമുക്കറിയാം, നിഗമകൽപ്പതരോർ ഗളിതം ഫലം അല്ലെ, വളരെ പക്വമായ ഒരു ഫ്രൂട്ടാണ്. എന്തിന്റെയാണ്? എല്ലാ വേദശാസ്ത്രങ്ങളുടെയും പക്വമായ ഒരു ഫലമാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ ഭാഗവതത്തിന് ഒരുപാട് ഗ്ലോറിഫിക്കേഷൻ ഭാഗവതത്തിനുമുണ്ട്. പിന്നെ സനാതന ഗോസ്വാമി മുതലായ വരിഷ്ഠ ആചാര്യന്മാരുടെ വകയും ഗ്ലോറിഫിക്കേഷൻ ഒരുപാടുണ്ട്. നമ്മൾ ഇന്ന് ഭാഗവതത്തിൽ തന്നെ പറയുന്ന 2 കാര്യങ്ങളാണ് ആദ്യം ഞാനിവിടെ ഭാഗവതത്തിനെ ഗ്ലോറിഫൈ ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഭാഗവതത്തിലെ 12-ാം സ്കന്ധത്തിലെ 13-18 ശ്ലോകം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യത് വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയത്തെ യത്ര ജ്ഞാനവിരാഗ ഭക്തി സഹിതം നൈഷ്കർമ്മ്യം അവിസിക്തം തശൃണ്വൻ സുപഠൻ വിചരണ പരോ ഭക്ത്യാ വിമുച്യേ നരഃ. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ശ്രീമദ് ഭാഗവതം പുരാണം അമലം. ശ്രീമദ് ഭാഗവതം അമല പുരാണമാണ്, സ്പോട്ട്ലെസ് പുരാണമാണ്. ഇതിൽ ഒന്നും തന്നെ ഭൗതികമായ കാര്യങ്ങളില്ല. ശ്രീമദ് ഭാഗവതം ആദ്യാന്തം ഉള്ളതെല്ലാം ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരുടെയും കഥകളും ഗ്ലോറിഫിക്കേഷനും ഒക്കെയാണ്. ആൻഡ് ഇത് ഫുള്ളി ട്രാൻസ്ജെൻഡൽ ലിറ്ററേച്ചർ ആണ്. ഇറ്റ് ഈസ് നത്തിങ് മെറ്റീരിയൽ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിയർ ടു വൈഷ്ണവാസ്. യത് വൈഷ്ണവാനാം പ്രിയാം. പിന്നെ പരമഹംസർ അത് റിലിഷൻ ആസ്വദിക്കുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവതം. പരമഹംസർ എന്ന് പറയുമ്പോൾ അവർക്ക് ഒന്നിനോടും അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ അവര് പോലും വളരെയധികം ഇഷ്ടത്തോടു കൂടി എൻജോയ് ചെയ്യുന്ന ഒന്നാണ് ശ്രീമദ് ഭാഗവത ചർച്ച അല്ലെങ്കിൽ ഭാഗവതം വായിക്കുന്നത്. ഭാഗവതത്തിൽ നിന്ന് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? പരമമായ ജ്ഞാനം ലഭിക്കുന്നു. പിന്നെ ജ്ഞാനവിരാഗം, ഭക്തി എല്ലാം. ഹരേ കൃഷ്ണ, കേൾക്കുന്നില്ലേ? ഓക്കെ, ഹരേ കൃഷ്ണ. ഭക്തി എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ നിന്ന് നൈഷ്കർമ്മ്യത്തിന്റെ പാതയാണ് നമുക്ക് ലഭിക്കുന്നത്. നൈഷ്കർമ്മ്യം എന്ന് പറയുമ്പോൾ ഭക്തിയോഗയുടെ പദ്ധതികളെ കുറിച്ചാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത്. അത് പഠിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്താണ്? തത് ശൃണ്വൻ സുപഠൻ വിചാരണപരോ. അത് ശ്രവിക്കുന്നത് കൊണ്ടും പിന്നെന്താണ്? സുപഠൻ ആഴത്തിൽ പഠനം ചെയ്യുന്നത് കൊണ്ടും വിചാരണപരോ ഡിസ്കഷൻ ചെയ്യുന്നത് കൊണ്ടും. പക്ഷെ ഏത് രീതിയിലാണ് ഇതെല്ലാം ചെയ്യേണ്ടത്? ഭക്തിയോടെയും വിശ്വാസത്തോടെയും ആത്മാർത്ഥതയോടെയും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഭക്തിയ അങ്ങനെ ശൃണ്വൻ സുപഠൻ വിചാരണപരോ. അപ്പൊ എന്താ പറ്റുന്നത്? വിമുച്യേ നരഃ. ഇറ്റ് ക്യാൻ ലിബറേറ്റ് അസ്. ഇറ്റ് ക്യാൻ ലിബറേറ്റ് അസ് ഫ്രം ദിസ് മെറ്റീരിയൽ വേൾഡ്. അപ്പൊ ഈ ഭൗതികതയുടെ എല്ലാ കെട്ടുപാടുകളിൽ നിന്നും നമ്മളെ മുക്തരാക്കാൻ പ്രാപ്തമായതാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിലെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യം പലതവണ പല ആവൃത്തി പല ശ്ലോകങ്ങളിലായി പറയുന്നുണ്ട് അല്ലെ. താപത്രയോന്മൂലനമാണെന്ന് പറയുന്നുണ്ട്. പിന്നെന്താ? ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങിയപ്പോൾ കൃഷ്ണേ സ്വധാമോപഗതേ സർവജ്ഞാന ദിവസഃ കലൗ നഷ്ടദൃശാം ഏഷ പുരാണാർക്കോ അധിനോദിതഃ. ഭഗവാൻ തന്റെ ഭൗതിക ലീലകൾ, ഭൂമിയിലുള്ള ലീലകളെല്ലാം അവസാനിപ്പിച്ച് ഗോലോകധാമത്തിലേക്ക് പോയപ്പോൾ പിന്നെ ആരുണ്ടായിരുന്നു ഇവിടുത്തെ ജീവാത്മാക്കളെ രക്ഷിക്കാനും ഗൈഡ് ചെയ്യാനും എന്ന ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്ന ശ്ലോകമാണിത് അല്ലെ. കലോ നഷ്ടദൃശാമേശ. കലിയുഗത്തിൽ വന്നുപെട്ട് എന്താണ്? കലിയുഗത്തിന്റെ ഇരുട്ടിൽപ്പെട്ട് ഒന്നും കാണാനുള്ള ജ്ഞാനം തീരെ ഇല്ലാതെയായ ജീവാത്മാക്കൾക്ക് വേണ്ടി സൂര്യനെ പോലെ ഉച്ചു വന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പൊ അങ്ങനെയുള്ള ശ്രീമദ് ഭാഗവതം എങ്ങനെയാണ് അവതരിച്ചത്, അല്ലെങ്കിൽ ഭാഗവതത്തിനെ
ഉത്പത്തിയെക്കുറിച്ച് ശൗനകാദി ഋഷിമാർ സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നുണ്ട്. ഈ അധ്യായത്തിന്റെ തുടക്കത്തിൽ അതാണ് നമ്മൾ കാണുന്നത്. ആദ്യത്തെ 3-ാമത്തെ വേഴ്സസിൽ അങ്ങനെ തുടങ്ങുന്നു. അപ്പൊ എങ്ങനെ ഈ ഭാഗവതത്തിലെ ഉപദേശങ്ങളൊക്കെ പറഞ്ഞു തരണം എന്ന് അവർ ആദ്യം അപേക്ഷിക്കുന്നു. അതിനുശേഷം നമ്മള് എല്ലാവരെ കുറിച്ച് അവർ ചോദിക്കുന്നുണ്ട്. ഇത് അദ്ദേഹം സൂത ഗോസ്വാമിക്ക് ഭാഗവത ജ്ഞാനം ലഭിച്ചത് ശുകദേവ ഗോസ്വാമി ചർച്ച ചെയ്യുന്നിടത്ത് നിന്നാണെന്ന് അവർക്കറിയാം. അപ്പൊ ശുകദേവ ഗോസ്വാമിക്ക് ലഭിച്ചതാകട്ടെ വ്യാസദേവനിൽ നിന്നുമാണ്. അപ്പൊ വ്യാസദേവൻ ഇത് എപ്പോഴാണ് ആദ്യമായി ഇത് ചർച്ച ചെയ്തത്, എപ്പോഴാണ് ഇത് രചിക്കപ്പെട്ടത്, ഏത് സാഹചര്യത്തിലാണ്, എന്ത് പ്രചോദനത്താലാണ് ശ്രീമദ് ഭാഗവതം രചിക്കപ്പെട്ടത് എന്നൊക്കെ മുനിമാർ ചോദിക്കുകയുണ്ടായി. അതിനുള്ള ഉത്തരമായിട്ടാണ് കഴിഞ്ഞ ശ്ലോകത്തില് ശ്രീ വ്യാസദേവന്റെ ജന്മത്തെക്കുറിച്ച് നമ്മൾ കേട്ടത്. അപ്പൊ വ്യാസദേവന്റെ ജന്മം കേട്ടു. ഇനി വ്യാസദേവൻ എന്ത് കാരണത്താലാണ് ഭാഗവതം രചിക്കാൻ ഇടയായത് എന്നാണ് ഇനി വരുന്ന കുറെ ശ്ലോകങ്ങളിലെ കണ്ടന്റ് വരുന്നത്. ശ്രീ നാരദ മുനി വന്ന് അദ്ദേഹത്തിന് പ്രചോദനം നൽകുന്നതും എപ്രകാരമാണ് അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നതും എന്നൊക്കെ നമുക്ക് ഇനിയുള്ള ശ്ലോകങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ശ്ലോകം എന്ന് പറയുന്നത് താ കഥാചിത് സരസ്വത്യ ഉപസ്പൃശ്യ ജലം ശുചിഹി വിവിക്ത ഏക ആസീന ഉദിതേ രവിമണ്ഡലേ. ഇപ്പൊ വ്യാസദേവൻ താമസിച്ചിരുന്ന സ്ഥലത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഹിമാലയ സാനുക്കളിൽ ബദരികാശ്രമത്തിനടുത്താണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ സരസ്വതി നദി വളരെ എന്താ പറയുക, ഡിവൈൻ ആയിട്ടുള്ള നദികളിൽ ഒന്നാണ് സരസ്വതി നദി. സരസ്വതി നദി അവിടെ ഒഴുകുന്നുണ്ട്. അപ്പൊ വ്യാസദേവൻ ആ ഒരു സാഹചര്യത്തിൽ അവിടെ അദ്ദേഹം കാലത്തെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് സ്നാനാദികളെല്ലാം ചെയ്തതിന് ശേഷം ശുദ്ധിയായിക്കൊണ്ട് അദ്ദേഹം വന്ന് എന്താ പറയുക ഏകനായി ധ്യാനം ചെയ്യാനായിട്ട് ധ്യാനനിരതനായി ഇരുന്നു എന്നാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ ആ ശ്ലോകത്തിന്റെ പർപ്പോട്ടില് ചില പ്രഭുപാദ് ബദരികാശ്രമം എവിടെയാണ്, ഹിമാലയത്തിന്റെ ഫൂട്ടിൽസ് സാനുക്കളിലാണെന്നും ആ സ്ഥലത്തിന്റെ പേര് ശാമ്യാപ്രാശം എന്നാണ് എന്നും പറയുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് ബദ്രിനാഥിൽ പോകുമ്പോൾ വ്യാസദേവന്റെ ഗുഹയും വ്യാസദേവന്റെ ഗുഹയ്ക്ക് അടുത്ത് തന്നെ ആയിട്ട് ഗണേശൻ, വ്യാസദേവൻ പറയുമ്പോൾ ഗണേശനാണ് മഹാഭാരതം ഒക്കെ എഴുതിയിട്ടുള്ളത്. അപ്പം ഗണപതി ഇരുന്ന ആ ഗുഹയും ഒക്കെ നമുക്ക് കാണാം. നമ്മൾ വിചാരിക്കും അടുത്തടുത്തിരുന്നാണ്, അല്ല, കുറച്ച് ദൂരമുണ്ട്. അപ്പം ദൂരം അല്ല പ്രശ്നം, പക്ഷെ എന്താണ് ശ്രവണമാണ് വളരെ പ്രാധാന്യം ഉള്ളത് എന്ന് മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കുക. പിന്നെ ആ സ്ഥലം എന്ന് പറയുന്നത് വളരെ സെറീൻ ആയിട്ടുള്ള, വളരെ പോസിറ്റീവ് ഒരു മോഡ് ഓഫ് ഗുഡ്നെസ്, നമ്മൾ സത്വഗുണത്തിൽ പെടുക എന്നൊക്കെ പറയുന്നത് അതുപോലുള്ള ഒരു സ്ഥലമാണ്. യാതൊരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആധ്യാത്മികമായ പദ്ധതികൾ പരിശീലിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഈ ഹിമാലയ സാനുക്കളിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് പണ്ടുകാലം തൊട്ടേ ആൾക്കാരൊക്കെ എന്താണ് സ്പിരിച്വൽ ജേർണി തുടങ്ങുമ്പോൾ അവര് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ അവിടെ നിന്ന് സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുന്നവർ അവര് വളരെ സിൻസിയർ ആയിട്ടും ഓസ്റ്റിയർ ആയിട്ടുമാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കാണാം, ഹിമാലയം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു തണുപ്പുള്ള ഒരു സ്ഥലമാണ്. അവിടെയും അദ്ദേഹം എന്താ പറയാ ആത്മീയമായ കാര്യങ്ങളിൽ മുഴുകുന്നതിന് മുന്നോടിയായിട്ട് സ്നാനം ചെയ്യുകയും അവിടെ വന്നിരുന്ന് ആ തണുപ്പത്തും ഇരുന്ന് അദ്ദേഹം ധ്യാനത്തിൽ ഏർപ്പെടുകയുമാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് ചില പ്രഭുപാദർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്പിരിച്വാലിറ്റി ആധ്യാത്മികം മുന്നേറണമെങ്കിൽ നമുക്കൊരു വില്ലിങ്നെസ് വേണം ഓസ്റ്ററിറ്റീസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ കഠിനമായ ഓസ്റ്ററിറ്റീസ് ഒന്നും ഈ കലിയുഗത്തിൽ നമുക്ക് പറ്റുന്നതല്ല. എങ്കിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ പ്രഭുപാദ് അത് ചിട്ടപ്പെടുത്തി തന്നിട്ടുമുണ്ട്, അല്ലെ? അപ്പം ഈ ഒരു അതായത് ആത്മീയമായി മുന്നേറണ ഓസ്റ്ററിറ്റീസ് വേണം എന്നുള്ള കാര്യം ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഋഷഭദേവൻ അദ്ദേഹത്തിന്റെ പുത്രന്മാരെ ഉപദേശിക്കുന്നിടത്ത് പറയുന്നുണ്ട്. തപോ ദിവ്യം, അല്ലെ, ആ ഒരു ശ്ലോകം, തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ യസ്മാത് ബ്രഹ്മ സൗഖ്യം ത്വനന്തം. അപ്പം ഭാഗവത്തിലെ 5-ാം സ്കന്ധം 5:5:1 ഈ വേഴ്സ്. അപ്പൊ അതിൽ പറയുന്ന എന്താണെന്ന് വെച്ചാല് എല്ലാ ജീവജാലങ്ങൾക്കും, ഒരു ഭൗതിക ശരീരം ലഭിച്ചിട്ടുള്ള ഏതൊരു ജീവജാലത്തിനും അതിന് ഇന്ദ്രിയ ആസ്വാദനത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് താനേ വന്നു ചേരും. അതിനുവേണ്ടി പ്രത്യേകമായി യത്നിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഈ സ്പെഷ്യൽ ആയിട്ടുള്ള മനുഷ്യദേഹം കിട്ടിയിട്ടും മൃഗങ്ങളെ പോലെ ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടി അഹോരാത്രം എന്താണ് പറയുക പണിയെടുക്കേണ്ട, എൻഡെവർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? തപോ ദിവ്യം പുത്രകായേന,
പുത്രന്മാരെ നിങ്ങൾ തപസ്സും ഓസ്ട്രിറ്റീസിൽ ഏർപ്പെടണം. കാരണം ഇറ്റ് ഈസ് ദിവ്യം, ഇത് ഡിവൈൻ ആണ്. മാത്രമല്ല അത് നമ്മുടെ സത്വം ശുദ്ധീകരിക്കും, നമ്മുടെ എക്സിസ്റ്റൻസിനെ പ്യൂരിഫൈ ചെയ്യും. അങ്ങനെ പ്യൂരിഫൈഡ് ആകുമ്പോൾ എന്ത് പറ്റുന്നു? എന്ത് റിസൾട്ട് എന്താണ്? യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. ബ്രഹ്മസൗഖ്യം ത്വനന്തം. അതിന് റിസൾട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ ഹാപ്പിനെസ് അല്ല, ഇറ്റ് ഈസ് സ്പിരിച്വൽ ഹാപ്പിനെസ്. ബ്രഹ്മസൗഖ്യം ത്വനന്തം ആൻഡ് ഇറ്റ് ഈസ് അൺലിമിറ്റഡ്, അനന്തം. അപ്പൊ ഈ ഒരു പോയിന്റ് അദ്ദേഹം അവിടെ തന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഭാഗവതത്തിന്റെ പറയുന്നതിന്റെയും ഉദ്ദേശം ഇതാണ്. ഭാഗവതത്തിന്റെ പാത പിന്തുടരുന്ന എല്ലാവരും ജീവിതത്തിൽ ഓസ്ട്രിറ്റീസ് എടുക്കാനുള്ള ഒരു വില്ലിങ്നെസ് കാണിക്കണം. ചില പ്രഭുപാദരും പറയാറുണ്ടായിരുന്നു അല്ലെ, നമ്മുടെ ഡിവോഷണൽ ലൈഫിൽ എത്ര സീരിയസ് ആണ് എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഡിറ്റർമിനേഷൻ അത് വരുന്നത് ഇറ്റ് കംസ് അപ്പ് ഇൻ യുവർ ഡിറ്റർമിനേഷൻ ടു റൈസ് ഏർലി. അതിരാവിലെ എഴുന്നേറ്റ് നാമം ജപിക്കാനുള്ള ആ ഒരു എന്താ പറയാ ഒരു നിഷ്ഠ, അത് വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ഡിവോഷണൽ ലൈഫ് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റുക എന്നാണ്. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഞാൻ അല്പം പുറകോട്ടാണ്. പക്ഷെ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആയിക്കോട്ടെ, എനിക്കുമുള്ള ഒരു പ്രീച്ചിങ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇവിടെ അത് പറയുന്നത്. അപ്പം തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേ യസ്മാത് ബ്രഹ്മസൗഖ്യം ത്വനന്തം. അപ്പം വ്യാസദേവൻ തന്റെ എക്സാമ്പിളിലൂടെ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ വ്യാസദേവൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു, അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല, ഭഗവാന്റെ തന്നെ ഇൻകാർണേഷൻസിൽ ഒന്നാണ്, അവതാരങ്ങളിൽ ഒന്നാണ്. വളരെ എംപവേർഡ് ആയിട്ടുള്ള ഒരു സോളാണ്. മാത്രമല്ല അദ്ദേഹം മുക്താത്മാവാണ്. 16ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ മുക്താത്മാവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് രണ്ട് തരത്തിലുള്ള സോൾസ് അല്ലെങ്കിൽ സോൾസിനെ ആത്മാക്കളെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നിത്യബദ്ധരും നിത്യസിദ്ധരും. അപ്പൊ നിത്യബദ്ധർ എന്ന് പറഞ്ഞാല് എന്താ പറയാ, അനാദിയായ കാലം തൊട്ടേ ഒരു അന്തവും കുന്തവും ഇല്ലാതെ അപ്പൊ തൊട്ടേ എന്താണ് കർമ്മങ്ങൾ ചെയ്ത് പല പല ശരീരങ്ങൾ സ്വീകരിച്ച് ഇങ്ങനെ ജനന മരണ ചക്രത്തിലൂടെ പിന്നെയും പിന്നെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് അതിന്റെ പുറത്തു കടക്കാനായിട്ടില്ല. ഇത് എപ്പോഴാണ് തുടങ്ങിയത് എന്ന് തന്നെ അറിയില്ല. അങ്ങനെ പോകുന്നവരാണ് നിത്യബദ്ധർ. അപ്പൊ ഈ ഭൗതിക ലോകത്തിൽ ജന്മമെടുക്കുന്ന സാധാരണ ഒട്ടുമിക്ക ജീവാത്മാക്കളും ഈ കാറ്റഗറിയിലാണ് പെടുന്നത്. അവര് ബദ്ധാത്മാക്കളാണ്, കണ്ടീഷൻ സോൾസ് ആണ്. പിന്നെയുള്ള കാറ്റഗറി എന്ന് പറയുന്നത് നിത്യ സിദ്ധർ അഥവാ മുക്താത്മാക്കൾ, ലിബറേറ്റഡ് സോൾസ്. അപ്പൊ ലിബറേറ്റഡ് സോൾസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അവര് ഭൗതിക ലോകത്തുള്ളവരല്ല, അവര് ആധ്യാത്മ ലോകത്താണ് നിവസിക്കുന്നവരാണ്. പക്ഷേ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ഭഗവാൻ നിർദ്ദേശിക്കപ്പെടുന്ന ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി അവർ ഭൂമിയിലേക്ക് ഡിസെൻഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വരുന്നു പോകുന്നു. അപ്പൊ അവരുടെ വരവും അല്ലെങ്കിൽ അവരുടെ ജന്മവും കർമ്മങ്ങളും എല്ലാം ഭഗവാന്റെ കർമ്മങ്ങൾ പോലെ തന്നെ എന്താ പറയുക ഡിവൈൻ ആണ്. അത് ഭൗതികമായ അല്ലെങ്കിൽ മറ്റീരിയൽ നേച്ചറിന്റെ ലോസ് അനുസരിച്ച് കർമ്മത്തിന്റെ കെട്ടുപാടുകൾ അനുസരിച്ചുള്ള ഒരു ജന്മമല്ല അവർക്ക് ലഭിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ഒരിക്കലും ഋഷി മൂലം ഇതൊന്നും നമ്മൾ അന്വേഷിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. കാരണം അവരൊക്കെ സ്പെഷ്യൽ സോൾസ് ആണ്. അവര് വരുന്നത് കർമ്മത്തിന്റെ, നമ്മൾ ജന്മം എടുക്കുന്നത് ഏത് കുടുംബത്തിൽ, എത്തരത്തിലുള്ള ശരീരം, ഏത് കുടുംബത്തിൽ ജനിക്കുന്നു, ഏത് സാഹചര്യത്തിൽ ജനിക്കുന്നു, എങ്ങനത്തെ ശരീരം നമുക്ക് ലഭിക്കുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ കർമ്മത്തിന്റെ ബാങ്ക് ബാലൻസ് വെച്ചിട്ടാണ്. പക്ഷേ എക്സോൾട്ടഡ് ഡിവോട്ടീസ് ആചാര്യന്മാരൊക്കെ വരുന്നത് അങ്ങനെയല്ല. അവർ ഭഗവാന്റെ ദൗത്യം നിറവേറ്റുന്നതിന് വേണ്ടി ഡിസെൻഡ് ചെയ്യുന്നവരാണ്. അക്കൂട്ടത്തിലാണ് ശ്രീ വ്യാസദേവനും. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡിവൈൻ ക്വാളിറ്റീസും ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആചാര്യന്മാരെ നമ്മൾ ഒരിക്കലും സാധാരണ വ്യക്തികളായി കാണാൻ പാടില്ല. അപ്പം ഭാഗവതത്തില് ഉദ്ധവരോടുള്ള ഉപദേശങ്ങളില് ഭഗവാൻ പറയുന്നുണ്ട്, എന്താണ് ആചാര്യം മാം വിജാനി. എങ്ങനെയാണ് നമ്മൾ ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ കാണേണ്ടത്, നമ്മുടെ ഒരു ആത്മീയ ഗുരുവിനെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്ന്, അപ്രോച്ച് ചെയ്യുന്നതല്ല, കാണേണ്ടത് എങ്ങനെയാണ്. ആചാര്യം മാം വിജാനീയം ന അവമാനേ കർഹിച്ചിത് ന മർത്യ ബുദ്ധി അസൂയേത സർവദേവ മയോ ഗുരു. അതായത് ഒരിക്കലും ഒരു സ്പിരിച്വൽ മാസ്റ്ററിനെ എന്താണ് സാധാരണ വ്യക്തിയായിട്ട്, മർത്യബുദ്ധി, സാധാരണ മനുഷ്യരെ കാണുന്നത് പോലെ മർത്യബുദ്ധിയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. പിന്നെ അവരോട് ഒരിക്കലും അസൂയയും തോന്നാൻ പാടില്ല. അവരുടെ പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ദേ ആർ ഇൻ എ സ്പിരിച്വൽ പ്ലാറ്റ്ഫോം. പിന്നെ അതുകൊണ്ട് തന്നെ ഭഗവാന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് ഭഗവാന്റെ ജ്ഞാനം നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നവരായതുകൊണ്ട് അവരെ ഭഗവാന് തുല്യമായി
ആരാധിക്കേണ്ടതുണ്ട്. ഭഗവാന് തുല്യമാണെന്നല്ല പറയുന്നത്, ഭഗവാന് ആചാര്യം മാം വിജാനീയം. ഭഗവാനെ എങ്ങനെ നമ്മൾ ആരാധിക്കുന്നുണ്ടോ അതുപോലെയുള്ള ആരാധന അവർക്കും നൽകേണ്ടതാണ് എന്ന് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ സോളാണ് വ്യാസദേവൻ. നമ്മുടെ ഗുരുക്കന്മാരുടെ ജന്മദിനം അല്ലെങ്കിൽ അപ്പിയറൻസ് ഡേ നമ്മൾ എന്ത് പേരിലാണ് പറയാ, വ്യാസപൂജ എന്ന് പറഞ്ഞിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അത്രയും പ്രാധാന്യമുണ്ട് ആചാര്യന്മാർക്കും, പ്രത്യേകിച്ചും വ്യാസദേവനും. അപ്പൊ വ്യാസദേവൻ ഒരു മുക്ത ആത്മാക്ക ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പരാവരജ്ഞൻ ആയിരുന്നു എന്നിവിടെ പറയുന്നു. പരാവരജ്ഞൻ എന്ന് പറഞ്ഞാൽ ഭൂതവും ഭാവിയും ഒക്കെ അറിയുന്നത്. ത്രികാലജ്ഞാനി എന്നൊക്കെ നമ്മൾ പറയും. ഭഗവാൻ അങ്ങനെയാണല്ലോ അല്ലെ. ഭഗവാന് എല്ലാം, എവറിത്തിങ് ഹി നോസ്. ഓംനിഷ്യന്റ് ഓംനിപൊട്ടന്റ് ഒക്കെയാണ് ഭഗവാൻ. അതുപോലെയാണ് ഭഗവാന്റെ ഉത്തമരായ ഭക്തന്മാരും ആചാര്യന്മാരും. ഇവിടെ വ്യാസദേവന് അങ്ങനെ ഭാവിയും ഭൂതവും എല്ലാം മുൻകൂട്ടി കാണാൻ കഴിഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് മനസ്സിലാകുന്നു? വരുന്ന കലിയുഗത്തിലുള്ള വ്യതിയാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നു. വിധി വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും കർമ്മത്തിന്റെ നമ്മുടെ ധർമ്മങ്ങൾ നിറവേറ്റുന്നതിൽ എത്രത്തോളം പാളിച്ചകൾ ഉണ്ടാകും എന്നുള്ളതിന് വ്യക്തമായുള്ള ഒരു ദർശനം അദ്ദേഹത്തിന് കിട്ടി. ഇങ്ങനെയാണ് കലിയുഗത്തിലെ ആൾക്കാർ, അവർക്ക് ഇത്രയേ പറ്റുകയുള്ളൂ, അവര് വളരെയധികം മിസ്ഗൈഡഡ് ആണ്. ഇത് ഭാഗവതത്തിലെ ആദ്യത്തെ ശ്ലോകങ്ങളിൽ 1:10 പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ്? പ്രായേണ അല്പായുസഭ്യോ കലോ അസ്മിൻ യുഗേ ജനഃ. എന്തായിരുന്നു? മന്ദ സുമന്ദമതയോ മന്ദഭാഗ്യഹി ഉപദ്രുതഃ. കലിയുഗത്തിലെ ആൾക്കാരുടെ ക്വാളിഫിക്കേഷൻസ് എല്ലാം അവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രായേണ അല്പായുസാണ് അവർക്ക്. പിന്നെ മന്ദ മീൻസ് വെരി ലേസി, മടിയുള്ളവരാണ്. സുമന്ദമതയോ, ബുദ്ധിയും അതുപോലെ തന്നെ പുറകോട്ടാണ്. ആൻഡ് ദേ ആർ മിസ്ഗൈഡഡ്. മന്ദഭാഗ്യ, വളരെ ഭാഗ്യഘട്ടവരാണ് അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ് ആണ്. ഇതൊക്കെ ആയിട്ട് എന്താണ്, അവർ കംപ്ലീറ്റ്ലി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും, ഓൾവേസ് ഡിസ്റ്റർബ്ഡ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റീസ് ആണ് കലിയുഗത്തിലെ ആൾക്കാർക്കുള്ളത്. അവർ സത്യം പറഞ്ഞാൽ ഫുള്ളി ഇൻ ഇഗ്നറൻസ് ആണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവരുടെ ആ ഒരു ഇത് കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് വളരെയധികം അനുകമ്പ തോന്നി. ഇവരെ എങ്ങനെ നമുക്ക് സഹായിക്കാം, ഇവരെയും എങ്ങനെ ഭഗവാന്റെ ആധ്യാത്മ ലോകത്തിലേക്ക് എത്തിക്കാനായി ഇവർക്ക് എങ്ങനെ എനിക്ക് സഹായിക്കാൻ കഴിയും, അതിന് ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെയുള്ള മുൻകൂട്ടിയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ചെയ്യുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം കലിയുഗത്തിൽ സാമാന്യ ജനങ്ങൾക്ക്, എങ്ങനെയുള്ള ജനങ്ങളാണ്? അജ്ഞതാപൂർണമായിട്ടുള്ള കലിയുഗത്തിലുള്ള സാമാന്യ ജനങ്ങൾക്ക് ക്ഷേമപൂർവമായ ജീവിത നിർവഹണത്തിന് സാധ്യമാകുന്ന വിധം ഒരുക്കങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കി. അപ്പൊ ഇത് അദ്ദേഹത്തിന്റെ വിഷൻ ഇങ്ങനെ കിട്ടിയത് കൊണ്ട് അദ്ദേഹം അവരെ സഹായിക്കാനായിട്ട് മുൻകൂട്ടി തയ്യാറാവുകയാണ്. നമ്മൾ കണ്ടു, ഭാഗവതമാണ് അതിനുള്ള ഉപാധി എന്ന്, അല്ലെ. അപ്പം എന്തുകൊണ്ടാണ് കലിയുഗത്തിലെ ആൾക്കാർ ഇത്രയധികം ഇങ്ങനെ ഫോളൻ കണ്ടീഷനിലായിരിക്കുന്നതെന്ന് ശ്രീല പ്രഭുപാദർ പർപ്പോട്ടി പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കലിയുഗത്തിൽ താൽക്കാലികമായ ഭൗതിക വിഷയങ്ങളിൽ സാമാന്യ ജനങ്ങൾ അധികമായി താല്പര്യം പ്രകടിപ്പിക്കുന്നു. അപ്പം വി ആർ വെരി അറ്റാച്ച്ഡ് ടു ദ ടെമ്പററി പ്ലഷേഴ്സ് ഓഫ് ദി വേൾഡ്, മെറ്റീരിയൽ വേൾഡ്. മെറ്റീരിയൽ പ്ലഷേഴ്സ് ആണ് നമ്മളെ കൂടുതലായും അട്രാക്ട് ചെയ്യുന്നത്. അപ്പൊ അതിനാണ് ഫുൾ ഫോക്കസും, അതിനു വേണ്ടിയാണ് എല്ലാ അധ്വാനവും. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ, അതായത് കംപ്ലീറ്റ്ലി ഓൺ ദ ബോഡി പ്ലാറ്റ്ഫോം ആണ്. ഞാൻ ഈ ശരീരമാണ്, ഈ ശരീരത്തിന്റെ തൃപ്തിക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ ചെയ്യണമോ അതൊക്കെ ഞാൻ ചെയ്യാം. ഇപ്പൊ തന്നെ നമുക്കറിയാം, ഒരു 15 വർഷം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ അഫക്റ്റഡ് ആണ് ഇപ്പോഴുള്ള ആൾക്കാർ. മൊബൈല്, എന്താ പറയാ, TV, യൂട്യൂബ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മളെ ഡിസ്ട്രാക്റ്റഡ് ആയിരിക്കാൻ. അതുപോലെ ആഹാരം കഴിക്കുന്ന രീതികളും അതെ. പണ്ടൊന്നും കേട്ടിട്ടില്ലാത്ത തരം ഭക്ഷണ ഐറ്റംസ്, പ്രിപ്പറേഷൻസ് ഒക്കെ ഇപ്പോഴുണ്ട്. ആൾക്കാരും അതുപോലെ തന്നെയാണ്. ജീവിതത്തിന്റെ വാല്യൂ, ശരിയായ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാതെ ഓരോരോ ഇന്ദ്രിയങ്ങളെ എങ്ങനെയെല്ലാം തൃപ്തിപ്പെടുത്താം എന്നുള്ളതിന്റെ പുറകെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പം അങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒട്ടും തന്നെ ആധ്യാത്മിക ജ്ഞാനം കിട്ടാനുള്ള ഒരു അവസരം ലഭിക്കാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പോകുന്നത്. അപ്പം ഭഗവതി പറയുന്നുണ്ടല്ലേ, അവിദ്യ കാമ കർമ്മഭിഹി. നമുക്ക് ഈ മെറ്റീരിയൽ ബോഡീസ് കിട്ടുന്നത് നമ്മുടെ അവിദ്യ, കാമ, കർമ്മ എന്നീ 3 കാര്യങ്ങൾ കൊണ്ടാണ്. അവിദ്യ മീൻസ് ഇഗ്നോറൻസ്, കാമം എന്ന് വെച്ചാൽ ഡിസയേഴ്സ്,
ഒന്ന് മാറി അൺഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽ ഡിസയേഴ്സ് ഉണ്ട്. അത് തീരാത്തിടത്തോളം നമുക്ക് പിന്നെയും പിന്നെയും ജന്മങ്ങൾ എടുത്തുകൊണ്ടേ ഇരിക്കണം. മൂന്നാമത്തെ കാരണം കർമ്മം. നമ്മള് ഭഗവാന് വേണ്ടി അല്ലാതെ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസിനും എന്താണ് കർമ്മഫലമുണ്ട്. അത് അനുഭവിക്കുകയേ നിവർത്തിയുള്ളൂ. നല്ല കാര്യങ്ങളാണ്, ഇപ്പൊ പുണ്യകാര്യങ്ങളാണ് ചെയ്യുന്നെങ്കിൽ പുണ്യഫലങ്ങൾ അനുഭവിക്കാൻ ജനിക്കേണ്ടി വരും. അല്ല എന്താണ് നിഷിദ്ധമായ കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പണിഷ്മെന്റ്സ് അനുഭവിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കർമ്മത്തിന്റെ ആ ഒരു കെട്ടുപാടുകൾ കൊണ്ടും പിന്നെ നമുക്ക് അടങ്ങാത്ത നമ്മുടെ ഡിസയേഴ്സ് കൊണ്ടും അജ്ഞത കൊണ്ടുമാണ് നമ്മൾ എന്താണ് ജീവാത്മാക്കൾ പിന്നെയും പിന്നെയും ഭൗതികതയിൽ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെ അജ്ഞതയിലായത് കൊണ്ട് തന്നെ അവർക്ക് ശരീരമാണ് തങ്ങൾ എന്നുള്ള ആ ഒരു വിചാരമേ ഉള്ളൂ. ശരീരത്തിന് അപ്പുറത്ത് ശരീരത്തിനെക്കാളും വലുതായി മറ്റെന്തെങ്കിലും ഉണ്ട് എന്ന് അവർക്ക് അറിയില്ല, അല്ലെ? അപ്പം ഇത് എന്താ പറയാ, ഭഗവത്ഗീതയിൽ ഉടനീളം ശ്രീ ഭഗവാൻ അർജുനന് ആദ്യമേ പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്. യു ആർ നോട്ട് ദിസ് ബോഡി. ശരീരമല്ല. അന്തവന്ത ഇമേ ദേഹ നിത്യസോക്തോ ശരീരിണഹ. ഈ ശരീരത്തിന് ഒരു എൻഡ് ഉണ്ട്, ശരീരത്തിനുള്ള ആത്മാവിനാണ് അങ്ങനെയല്ല, നിത്യമാണ്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം ജനങ്ങൾക്ക് അറിയില്ല. കലിയുഗത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ചും അറിയില്ല. അതുകൊണ്ട് തന്നെ അവര് ഈ ഒരു കണ്ടീഷൻ, നമ്മുടെ ഭൗതികമായ അവസ്ഥ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ഡിസീസ് കണ്ടീഷനാണ്. അതിൽ നിന്ന് പുറത്തു കടക്കാൻ അല്ലെങ്കിൽ ആ ഡിസീസ് ക്യൂർ ചെയ്യാനായിട്ട് അവരൊന്നും തന്നെ ചെയ്യുന്നില്ല. അപ്പൊ ഈ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എല്ലാ സെയിൻലി പേഴ്സൺസും ചെയ്യുന്ന ഒരു കാര്യം. ഇവിടെ വ്യാസദേവനും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇവരെ എങ്ങനെ ഗൈഡ് ചെയ്യാം എന്ന് അദ്ദേഹം അവരെ ഗൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഭാഗവതം രചിക്കാൻ പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പം ആത്മീയ വിജ്ഞാനത്തിൽ പ്രബുദ്ധരായി തീരേണ്ടതിന്റെ സ്പിരിച്വൽ വേൾഡ്, നമ്മൾ സ്പിരിറ്റ് ആണെന്ന് അറിഞ്ഞാലേ, നമുക്കൊരു സ്പിരിച്വൽ എക്സിസ്റ്റൻസ് ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ, അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനും എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രാക്ടീസ് ചെയ്യാനും കഴിയുള്ളൂ. ഇത് അറിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജീവിതത്തിന്റെ നേട്ടം എന്താണ് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടുമാണ് അവർ എന്ത് ചെയ്യുന്നു, അവർ അസമർത്ഥരായി തീരുന്നു എന്ന് പറയുന്നത്. അവർ പിന്നെയും ഈ ഭൗതികമായ എക്സിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ കാണുന്നത് എല്ലാ സെയിൻലി ആയിട്ടുള്ള ഭക്തന്മാരും കാണിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട്. മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോൾ, മറ്റുള്ളവരുടെ ക്ലേശം കാണുമ്പോൾ അവരെ എങ്ങനെയും സഹായിക്കണം എന്നുള്ള ഒരു മനസ്ഥിതി, അത് അവരൊരു ഉത്തരവാദിത്തമായി തന്നെ ഏറ്റെടുക്കും. ഇതിനെ ജീവദയ എന്ന് പറയാറുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ചൈതന്യ ചരിതാമൃതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭാരതഭൂമിയിൽ ജനിച്ച എല്ലാവരും പരോപകാരം ചെയ്യണം. എന്താണ് ഈ പരോപകാരം? നമുക്ക് കിട്ടുന്ന ആ ഒരു ആധ്യാത്മിക ജ്ഞാനം നമ്മൾ മറ്റുള്ളവരിലേക്കും പകർന്നു കൊടുത്ത് അവരെയും കൂടെ ഈ ഒരു ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ അനുഷ്ഠിക്കാനായി പ്രാപ്തരാക്കുക, അതിനുവേണ്ടി സഹായിക്കുക എന്നർത്ഥം. പുള്ളി നമുക്ക് ചെയ്യാൻ കഴിയണം എന്നില്ല, പക്ഷെ നമ്മളാൽ ആവുന്നത് നമ്മൾ എന്തുകൊണ്ടും ചെയ്യേണ്ടതാണ്, നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. അപ്പം ഈ ഒരു മൂഡ് എല്ലാവരിലും നമുക്ക് കാണാം. ചില പ്രഭാതത്തിൽ കാണാം, ചൈതന്യ മഹാപ്രഭുവിൽ തന്നെ കാണാം, അല്ലെ? ഭക്തിവിനോദ് ഠാക്കൂറിന്റെ ഒരു ഗീതാവലിയിൽ ഒരു ഗാനമുണ്ട്, ജീവ് ജാഗോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സോങ്ങിൽ പറയുന്നത് എന്താണ്? ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ വിളിച്ചു പോവാണ്, അതാണ് ഉറങ്ങിക്കിടക്കുന്ന സോൾസ്, കലിയുഗത്തിൽപ്പെട്ട് ഉറങ്ങിക്കിടക്കുകയാണ് എല്ലാവരും, അജ്ഞതയിൽപ്പെട്ട് മയങ്ങിക്കിടക്കുന്ന സോൾസിനെ വിളിച്ചുണർത്തുന്ന ഒരു സോങ് ആണ്. जीव जागो गौरा चांदा बोले, कोट नेत्र जाओ माया ईशा चीरा कोले। जीव जागो गौरा चांदा बोले. ഗൗരചന്ദ്രൻ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു പറയാണ്, ഉണരൂ ഉണരൂ ജീവാത്മാക്കളെ ഉണരൂ. നിങ്ങൾ എവിടെയാണ് കിടന്നുറങ്ങുന്നത്? എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ ഉറങ്ങും? ഇനി എഴുന്നേൽക്കൂ. എവിടെയാ ഉറങ്ങുന്നത്? മായയുടെ മടിയിൽ. അപ്പൊ മായ ആരാണ്? നല്ലൊരു വ്യക്തിയാണോ? അല്ല. മായ ഭഗവാന്റെ തന്നെ ഒരു എനർജി ആണെങ്കിലും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മായ ഇവിടെ പിശാചീര എന്നാണ് പറയുന്നത്. മായ എന്ന പിശാചിനിയുടെ മടിയിലാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്. നിങ്ങൾ അറിയുന്നില്ല. എഴുന്നേക്കൂ, എഴുന്നേക്കൂ. നിങ്ങൾക്ക് ഈ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭൗതികമായ മോഹവലയത്തിൽ പെട്ട് കിടക്കുകയാണ്. അതിനുള്ള മരുന്നും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ മാത്രമേ നിങ്ങളുടെ ഏറ്റവും വെൽവിച്ചർ ആയിട്ടുള്ള സുഹൃത്തായിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കൂ. എല്ലാം പറയുന്ന ആരാണ്? ചൈതന്യ മഹാപ്രഭു. അപ്പം നിങ്ങൾക്ക് ഈ കണ്ടീഷനിൽ നിന്നും മുക്തരാകാനുള്ള മരുന്ന് എന്തെങ്കിലുണ്ട്, എഴുന്നേൽക്കൂ, ഈ മരുന്ന് സ്വീകരിക്കൂ.
അങ്ങനെയാണ് ആ ഒരു ഗാനം പോകുന്നത്. ഏനേച്ചി ഔഷധി മായ നാശിബാരോ ലാഗി. ഈ ഔഷധം എന്ത് ചെയ്യും? മായ നാശിബാരോ, മായയെ നശിപ്പിക്കാൻ, മായയുടെ ഇൻഫ്ലുവൻസിനെ നശിപ്പിക്കാൻ ഈ ഒരു മരുന്ന് മതി. ഏതാണ് ആ മരുന്ന്? ഹരിനാമ മഹാമന്ത്ര ലാവോ തൂഹി മാഗി. ഹരിനാമ മഹാമന്ത്രമാണ് ആ ഒരു മരുന്ന്. അത് നിങ്ങൾ സ്വീകരിച്ചാലും, അത് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു മായയുടെ ഇൻഫ്ലുവൻസിൽ നിന്നും രക്ഷപ്പെട്ടോളൂ എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്, അല്ലേ? അപ്പൊ ഇങ്ങനെ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാം 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 ഹരേ ഹരേ. അപ്പൊ ഇത്രയും മഹത്വമുള്ള മഹാമന്ത്രം അത് സ്വീകരിക്കുമ്പോ നമുക്ക് എല്ലാ കൽമഷങ്ങളിൽ നിന്നും നമുക്ക് മുക്തരാകാൻ കഴിയും എന്ന് ചൈതന്യ മഹാപ്രഭു പറയുകയാണ്. എല്ലാവർക്കും അത് കൊടുക്കാൻ അദ്ദേഹം ഇങ്ങനെ ഫ്രീലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയായിരുന്നു, അല്ലെ? അപ്പൊ നമുക്കറിയാം ഹരിനാമത്തിന്റെ മഹിമയെപ്പറ്റി നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ചിലപ്പോഴെങ്കിലും നമ്മളത് പ്രാക്ടീസിൽ വിട്ടുപോകാറുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് വ്യാസദേവൻ ശുദ്ധനായിക്കൊണ്ട് ഇരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും ആചമനം ചെയ്യുമ്പോഴൊക്കെ പറയുന്ന ഒരു മന്ത്രമുണ്ട്. ഓം അപവിത്രോ പവിത്രോ വാ സർവാവസ്ഥാം ഗതോപിമ സ്മരേ പുണ്ടരീകാക്ഷം ബാഹ്യ ആഭ്യന്തര ശുചിഹി. പുണ്ടരീകാക്ഷൻ ഭഗവാൻ, ലോട്ടസ് സൈഡ് ആയിട്ടുള്ള ഭഗവാനെ ഒന്ന് സ്മരിക്കുമ്പോൾ, എങ്ങനെ സ്മരിക്കണം? ശ്രവണത്തിലും കീർത്തനത്തിലൂടെ സ്മരിക്കുമ്പോൾ നമ്മുടെ എല്ലാ കണ്ടാമിനേഷനും, ഏതൊരു അവസ്ഥയായിരുന്ന പോലും, എത്ര തന്നെ കണ്ടാമിനേറ്റഡ് ഉള്ള അവസ്ഥയാണെങ്കിലും ബാഹ്യമായും ആന്തരികമായും നമ്മൾ ശുചിയാക്കപ്പെടുന്നു എന്നാണ് പറയുന്നത്. ചേതോ ദർപ്പണ മാർജനം, അല്ലെ? നമ്മുടെ ഇന്റേണൽ പ്യൂരിഫിക്കേഷന് വേണ്ടി നാം നാമം ജപിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാ പൊല്യൂട്ടൻസിൽ നിന്നും നമ്മളെ മോചിപ്പിക്കാൻ ഈ ഹരിനാമത്തിന് കഴിയും. ഹരിനാമമാണ് ഈ യുഗത്തിലുള്ള ഒരേ ഒരു മന്ത്രം. ഹലോ, നമ്മൾ പറയുന്നത് വേറെ ഒരു മാർഗമില്ല. നാസ്തേവ 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 ഗതിരന്നത, അതാണ് ഹരിനാമം. അപ്പൊ ചൈതന്യ മഹാപ്രഭുവിന് എന്താ പറയാ, എല്ലാവരെയും മോചിപ്പിക്കണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എപ്പോഴും ഒരു ആങ്സൈറ്റി ഉണ്ട്. അദ്ദേഹം ഒരിക്കൽ ഹരിദാസ് ഠാക്കൂറിനോട് ഒരു കോൺവെർസേഷനിൽ അദ്ദേഹം ചോദിക്കും, ഈ ഭക്ഷണം കഴിക്കുന്ന മ്ലേച്ഛന്മാർ, അവരെ നമുക്ക് എങ്ങനെ ഉദ്ധരിക്കാനാവും? അവരെ നമുക്ക് എങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റും? ഹരിദാസ് ഠാക്കൂറിന് മഹാപ്രഭുവിന്റെ മൂഡ് അറിയാം. മഹാപ്രഭുവിനെ അദ്ദേഹത്തിന് കൺസോൾ ചെയ്യണം, നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല, ഒക്കെ ശരിയാവും, ഡോണ്ട് വറി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു. അതായത് അന്നത്തെ കാലത്ത് മാംസഭക്ഷണം കഴിച്ചിരുന്ന മ്ലേച്ഛന്മാർ എന്ന് പറയുന്ന കൂടുതലും മുഹമ്മദീയരായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ മാംസഭക്ഷണം കഴിക്കുന്ന ഇവർ അവരുടെ ധർമ്മത്തിനെതിരായ കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഒരു പന്നി കുത്താൻ വരുമ്പോഴൊക്കെ അവരെന്ത് ചെയ്യും? ഹറാം ഹറാം എന്ന് ഉറക്കെ നിലവിളിക്കും. ഹ റാം. അപ്പൊ ബംഗാളിയിലെ ഹ എന്ന് വെച്ചാല് ഹേ റാം എന്നുള്ള ഇക്വലന്റ് ആണ്. അപ്പൊ ഹ റാം എന്ന് രാം രാം എന്നവര് പിന്നെയും ജപിക്കുന്നുണ്ട്, അറിയാതെ ആണെങ്കിൽ പോലും. ആ ഒരു നാമത്തിന്റെ ബലത്തിൽ അവര് മോചിതരാകും. അതുകൊണ്ട് അങ്ങ് വിഷമിക്കേണ്ടതില്ല എന്ന് ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പം നാമത്തിന്റെ പ്രാധാന്യം അത്രത്തോളമാണ്. പിന്നെ ഈ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ നമ്മളാൽ ആവുന്ന പോലെ റീച്ച് ചെയ്യണം എന്ന്. അപ്പം ഈ നമ്മുടെ എല്ലാ ആചാര്യന്മാരും അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്ന എക്സാമ്പിൾ ഇതാണ്. ഒരു ചെറിയൊരു പാസ്റ്റ് ടൈം ഞാനിവിടെ പറയാണ്. ഇത് രാധനാഥ് സ്വാമി മഹാരാജിന്റെ ഒരു ആർട്ടിക്കിളിൽ കണ്ട കാര്യമാണ്, വായിച്ച കാര്യം. ഒരിക്കൽ രാധനാഥ് സ്വാമി മഹാരാജ് ഒരു ബീച്ചിന്റെ ഒരു കടൽ തീരത്തൂടെ നടക്കുമ്പോൾ അദ്ദേഹം നടക്കുന്ന ആ മണ്ണില് ഒരു ചെറിയ മത്സ്യം കിടന്ന് പെടയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തിരയിൽ പെട്ട് കരക്കടിഞ്ഞതാണ്. അപ്പൊ അദ്ദേഹം അതിനെ ഒരു കൈകൊണ്ട് എടുത്ത് വെള്ളത്തിലേക്ക് ഇടാനായി ശ്രമിച്ചു. പക്ഷെ അദ്ദേഹം അതിനെ എടുത്തപ്പോ അതിന് മനസ്സിലാകുന്നില്ല, രക്ഷിക്കാൻ വന്നതാണോ തിന്നാമെന്നതാണോ എന്നറിയില്ല. അപ്പൊ അത് പിന്നെയും പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് ആ ഫിഷിനോട് തോന്നുന്ന ചിന്ത എന്ന് വെച്ചാല് നമ്മളെ പോലെ തന്നെ ഉള്ള ഒരു ജീവാത്മാവാണ്, അതിനും വളരെയധികം സഫറിങ് ഉണ്ട്. ശ്വാസത്തിന് വേണ്ടി കിടന്ന് പെടുകയാണ്. അതിന്റെ ശരിയായ സ്ഥിതി എന്ന് പറയുന്നത് വെള്ളത്തിൽ കിടക്കുക എന്നുള്ളതാണ്. ഇപ്പൊ അതിന്റെ ശരിയായ നാച്ചുറൽ പൊസിഷനിലല്ല, പിന്നെ എവിടെയാണ് കരയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിന്റെ ശരിയായ സ്ഥിതിയിലേക്ക് വിട്ടേക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ എടുക്കുമ്പോൾ അത് ചാടിപ്പോവാണ്. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? 2 കൈകളും കൊണ്ട്
കുപ്പി അത് ചാടിപ്പോകാത്ത വിധം അതിനെ എടുത്ത് കൊണ്ടുപോയി വെള്ളത്തിലേക്ക് വീശങ്ങ് ഇട്ടു. പക്ഷേ അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ അടുത്ത തേയിൽ അത് തിരിച്ചു വന്ന് പിന്നെയും കരയിൽ കിടന്ന് പിടയ്ക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഇവിടെ നിന്ന് വിട്ടാ പോരാ, കുറച്ചും കൂടെ അകത്തേക്ക്, കുറച്ചുകൂടെ വെള്ളത്തിലേക്ക്, ആഴത്തിലേക്ക് അത് നീന്താൻ പറ്റിയാലേ തിരയിൽപ്പെട്ട് ഇങ്ങോട്ട് വരാതിരിക്കുകയുള്ളൂ. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെയും ആ മത്സ്യത്തിനെ എടുത്തുകൊണ്ട് വെള്ളത്തിലേക്ക് ഇറങ്ങി. മുട്ടോളം വെള്ളം, നെഞ്ചോളം വെള്ളത്തിൽ അദ്ദേഹം ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് മാക്സിമം ദൂരത്തേക്ക് അതിനെ അങ്ങോട്ടേക്ക് വിട്ടു, എറിഞ്ഞു വിട്ടു വെള്ളത്തിലേക്ക്. എന്നിട്ട് അദ്ദേഹം ഫുൾ നനഞ്ഞ് തിരിച്ച് തീരത്ത് വന്ന് നിൽക്കുവാണ്. എന്നിട്ട് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കും. 15ഓളം തിരകൾ വരെ നോക്കി തിരിച്ചു വരുന്നുണ്ടോ, കാരണം ഒരു പ്രാവശ്യം വിട്ടപ്പോ തിരിച്ചു വന്നാണല്ലോ, തിരിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കി നിന്നു. അപ്പം വന്നില്ല. അപ്പൊ നല്ല സമാധാനം തോന്നി. അപ്പൊ അദ്ദേഹം പറയുന്ന ഇതാണ്, നമ്മുടെയും ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഭഗവാന്റെ സേവനത്തില് ഏർപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. ജീവേര സ്വരൂപായ കൃഷ്ണേര നിത്യദാസ. പക്ഷെ അത് മറന്നിട്ടാണ് നമ്മള് ഭഗവാന്റെ ഭഗവാനെ മറന്നു നിൽക്കുമ്പോ, കൃഷ്ണൻ ബഹിർമുഖേ അല്ലെ, അങ്ങനെ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളിവിടെ ഭൗതിക ലോകത്ത് വന്ന് കിടക്കുകയാണ്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. പക്ഷെ നമ്മളെ സഹായിക്കാൻ ശ്രമിക്കുന്ന ആചാര്യന്മാരും ഭക്തന്മാരും എല്ലാം മഹാരാജിനെ പോലെയുള്ള സെയിൻലി പേഴ്സൺസ് ആണ്. അവര് കഷ്ടങ്ങൾ സഹിച്ചുകൊണ്ടാണെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ ഭഗവാന്റെ ഭക്തിയുടെ സേവനമാകുന്ന സമുദ്രത്തിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുവിടും. നമ്മൾ നീന്തി രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മളത് സ്വീകരിച്ച് പോകണം. തിരിച്ചു വന്നോണ്ടിരുന്നാൽ പറ്റില്ല. അപ്പൊ തിരിച്ചു വരാൻ പ്രേരിപ്പിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കി ഭഗവാന്റെ സേവനം കണ്ടിന്യൂ ചെയ്യുക തന്നെ വേണം. അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് നടക്കുകയായിരുന്നു. ആ ഒരു ജീവാത്മാവിനെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മരിച്ചു പോകാമായിരുന്നു. കരയിൽ കിടന്ന് പടഞ്ഞ് മരിക്കുന്ന ഒരെണ്ണത്തിനെ വെള്ളത്തിലേക്ക് വിട്ടു എന്ന് കരുതി അദ്ദേഹം മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും അദ്ദേഹം കാണുന്നത് ഒരു ബോട്ട് കരയ്ക്കടക്കുന്നതാണ്. ആ ബോട്ടില് ഫിഷർമെൻ അല്ലെങ്കിൽ മത്സ്യബന്ധനക്കാരാണുള്ളത്. അപ്പൊ അവരെന്താണ് ചെയ്തിരിക്കുന്നത്, അവര് കരയോട് ചേർന്ന് ഇങ്ങനെ വിശാലമായിട്ട് വല വിരിച്ചിട്ടുണ്ടായിരുന്നു. ആ വല ഇപ്പോൾ തിരിച്ച് വലിച്ചു കയറ്റുകയാണ്. അദ്ദേഹം നോക്കി നിൽക്കുമ്പോൾ വേദനയോടെ അദ്ദേഹം കണ്ടത്, അദ്ദേഹം ആ ഒരു രക്ഷിച്ചു എന്ന് വിചാരിച്ച ഒരു മത്സ്യം, അതുപോലെയുള്ള 100 കണക്കിന് മത്സ്യങ്ങൾ, ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് ആ നെറ്റിനകത്ത് കിടന്ന് പെടയുന്നത്. അദ്ദേഹം പറഞ്ഞു, ഐ ഫെൽറ്റ് വെരി ഹെൽപ്ലെസ്. നമ്മൾ ഒരു സോളിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു എന്ന് വിചാരിക്കുമ്പം മായയുടെ ജാലം, മായയുടെ നെറ്റിൽ പെട്ട് എത്ര സോളുകളാണ് പിന്നെയും തിരിച്ചു വരുന്നത്. അതിന് നമുക്കൊന്നും ചെയ്യാനും പറ്റുന്നില്ല എന്നുള്ള ഒരു ഫീലിംഗ് അല്ലെ. അതുപോലെയാണ് നമ്മള് പ്രീച്ച് ചെയ്യുമ്പോഴും പറ്റുന്നത്. പ്രീച്ച് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് നമ്മുടെ കപ്പാസിറ്റിയിൽ ചെയ്യുന്നു, നമ്മൾ ഗുരുവിനെയും മറ്റ് ഭക്തന്മാരെയും ഒക്കെ ആശ്രയിച്ച് ചെയ്യുന്നു. പക്ഷെ അവിടെ എപ്പോഴും ചാൻസസ് ഉണ്ട് തിരിച്ചു വരാൻ. അത് നമ്മൾ അവരെയും ബോധവാന്മാർപ്പെടുത്തണം. അവര് വരാതിരിക്കാൻ നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ സഹായവും ചെയ്യണം. ഇതുപോലെ ശ്രീല പ്രഭുപാദരും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എടുത്തിട്ടാണ് പ്രീച്ചിങ് ചെയ്തിട്ടുള്ളത്. പ്രഭുപാദർ പറയുന്ന എന്തായിരുന്നു, പ്രീച്ചിങ് ഇസ് ദ എസെൻസ് അല്ലെ. ബുക്സ് ആർ ദ ബേസിസ്, പിന്നെന്താണ്, പ്യൂരിറ്റി ഇസ് ദ ഫോഴ്സ് ആൻഡ് യൂട്ടിലിറ്റി ഇസ് ദ പ്രിൻസിപ്പിൾ. അപ്പം നമ്മൾ പറയുന്നെല്ലാം, പ്രീച്ചിങ്ങിനെല്ലാം പറയുന്നെല്ലാം ഗുരു, ശാസ്ത്ര ആൻഡ് സാധു, അതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് പ്രീച്ച് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമ്മളുടെ സാധനയും ഡിവോഷണൽ ആക്ടിവിറ്റീസും എല്ലാം നന്നായാൽ, ആ പ്യൂരിറ്റി വന്നാൽ മാത്രമേ നമ്മുടെ പ്രീച്ചിങ് ഇഫക്റ്റീവും ആവുകയുള്ളൂ. പിന്നെ പ്രീച്ചിങ്ങിൽ നമുക്ക് എല്ലാം, ഭൗതികമായ എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ഭഗവാന്റെ സേവനത്തിൽ യൂട്ടിലൈസ് ചെയ്യാനും പറ്റും. ശ്രീല പ്രഭുപാദർ ഒരിക്കൽ ഒരു ഫോറിൻ കൺട്രിയിൽ ചെന്നപ്പോ അവിടുത്തെ ഒരു റിപ്പോർട്ടർ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങളൊരു സന്യാസി അല്ലേ, നിങ്ങളൊരു റിനൻഷ്യന്റ് അല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്? അദ്ദേഹം പ്രത്യേകിച്ച് ചോദിച്ചത് എന്താന്ന് വെച്ചാല്, വൈ ആർ യു ട്രാവലിംഗ് ഇൻ ഫ്ലൈറ്റ്, നിങ്ങൾ എന്തിനാണ് ഫ്ലൈറ്റ് പിടിച്ചു വരുന്നത്? അപ്പം പ്രഭുപാദ് വളരെ രസകരമായി ഒരു ഉത്തരമാണ് നൽകിയത്. ഇപ്പൊ ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞു, യു ആർ ഗോയിങ് ടു ഹെൽ വിത്ത് ദ സ്പീഡ് ഓഫ് എ പ്ലെയിൻ. ഇഫ് ഐ കം ഇൻ എ ബുള്ളോ കാർട്ട്, ഹൗ ക്യാൻ ഐ ക്യാച്ച് യു? കലിയുഗത്തിലെ ആൾക്കാരൊക്കെ എങ്ങനെയാണ് നരകത്തിലേക്ക് ഇങ്ങനെ പാഞ്ഞു പൊക്കോണ്ടിരിക്കുകയാണ്. അത് എന്തിന്റെ സ്പീഡില്ല, വിമാനത്തിന്റെ വേഗതയില്ല, ഹൈ സ്പീഡ്, നമ്മൾ ഹൈ സ്പീഡ് ഇന്റർനെറ്റ് ഒക്കെ പറയുന്ന പോലെ ഹൈ സ്പീഡിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നവരെ പിടിച്ചു നിർത്തണമെങ്കിൽ ഞാൻ സന്യാസിയാണെന്ന് പറഞ്ഞാൽ ബുള്ളോക്കാട്ടിൽ വന്നാൽ പറ്റുമോ? അതുകൊണ്ട് ഞാനും അതിൽ തന്നെ വരണ്ടേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പൊ ആ റിപ്പോർട്ടറിന് പിന്നെ ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അപ്പൊ ശരിക്കും കലിയുഗത്തിന്റെ അവസ്ഥ അതാണ്. കലിയുഗത്തില് എല്ലാ
എല്ലാ കണ്ടീഷൻസ് വെച്ചും വളരെ മോശമാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും കലിയുഗത്തിന് ഒരു മഹാഗുണമുണ്ട് അല്ലെ? അല്ലെ, ദോഷനിധേ രാജൻ, ഒരുപാട് ദോഷങ്ങളുടെ സമുദ്രമാണ് കലിയുഗം. എങ്കിലും അതിന് ഒരു മഹാഗുണമുണ്ട്. അസ്തി ഏകോ ഹി മഹാഗുണാൻ കീർത്തനാത് ഏവ കൃഷ്ണസ്യ മുക്തസംഗ പരം രചേ. കീർത്തനാത് ഏവ കൃഷ്ണസ്യ, ഭഗവാന്റെ നാമജപത്തിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ഈ കെട്ടുപാടുകളിൽ നിന്നും ഫ്രീ ആവുകയും ഭഗവത് ധാമത്തിലേക്ക് പരം രചേ തിരിച്ച് എത്താനും കഴിയും. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവത ഡിസ്കഷൻ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക. ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാതാജിയും പ്രഭുവും ഉത്തരം നൽകുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. വളരെ നല്ല ക്ലാസ് ആയിരുന്നു മാജി. സൂപ്പർ ക്ലാസ്. ദണ്ഡവത് പ്രണാം. സൂപ്പർ ആയിരുന്നു മാജി. ഹരി ബോൾ. ഹരേ കൃഷ്ണ. All glories to Guru and Gauranga. Hare Krishna. ഹരേ കൃഷ്ണ മോളെ, നല്ല ക്ലാസ് ആയിരുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ അമ്മ. ഹരിബോൽ. ഹരിബോൽ. കൃഷ്ണ മാതാജി, വളരെ വളരെ സന്തോഷമായി. വളരെ മനസ്സിലാകുന്ന രീതിയിൽ വിസ്തരിച്ചു കാര്യങ്ങൾ പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. താങ്ക് യു മാതാജി. നല്ലൊരു ക്ലാസ് തന്നു. ഹരേ കൃഷ്ണ മാതാജി. ഞാനൊരു ശ്ലോകം പറയട്ടെ. ഈ മാതാജി ഇന്നത്തെ ക്ലാസ്സിന്റെ ഇതിട്ടു മൂന്തമാല സ്തോത്രത്തിലെ ഒരു ശ്ലോകം ചൊല്ലിക്കോട്ടെ. ജപ ജപ. കൃഷ്ണ ത്വയേ മദന പവനോ സുധാ മോഹോർമി മാലേ ധാരാവർദ്ധേ തനയ സഹജഗ്രാഹ സംഘാകുലേ ച സംസാരാഖ്യേ മഹദീ ജലദൗ മജ്ജതാം ആശ്രീതാമൻ പാദാം ഭോജേ വരദ ഭവതോ ഭക്തിനാവം പ്രയച്ഛ ഭക്തിനാവം പ്രയച്ഛ. ഹേ മൂന്ന് ലോകങ്ങളുടെയും നാഥനായ ഭഗവാനെ, ഞങ്ങൾ സംസാരമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിത്താഴ്ന്നു കൊണ്ടിരിക്കുന്നു. അതിൽ നിറയെ ഭൗതികാഭിലാഷങ്ങളാകുന്ന ജലമാണ്. കാമത്തിന്റെ കൊടുങ്കാറ്റ് കൊണ്ട് ഇളകിമറിയുന്ന തിരമാലകൾ, ഭാര്യമാരാകുന്ന ചുഴികൾ, പുത്രന്മാരും സഹോദരങ്ങളുമാകുന്ന സ്രാവുകളുടെയും ക്രൂര ജന്തുക്കളുടെയും സംഘങ്ങൾ. ഹേ വരദാനം നൽകുന്നവനെ, ഭക്തിയാകുന്ന നൗകയിൽ, അതായത് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ ദയവ് ചെയ്ത് എനിക്ക് സ്ഥലം നൽകിയാലും. ഭക്തിനാവം പ്രയച്ഛ. ഹരേ കൃഷ്ണ മാതാജി. മാതാജിയുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. മാതാജി പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ എടുത്തു പറഞ്ഞോട്ടു. ഭക്തന്മാര് തമ്മിൽ സഹായങ്ങൾ ചെയ്യണമെന്ന്. വാസ്തവത്തിൽ നമ്മൾ ഭക്തന്മാര് തമ്മിൽ സഹായം ചെയ്യുന്നവർ തന്നെയാണെന്നുള്ളത് ഞാൻ ഇപ്പൊ ഈ 2 മാസത്തിനിടയിൽ ഒരുപാട് അനുഭവിച്ചറിഞ്ഞ ആളാണ്. എനിക്ക് വേഗം ഒരു ആക്സിഡന്റിൽ വേഗം ഒരു സർജറി വേണ്ടി വന്നു. അപ്പൊ എന്നെ ഒരുപാട് ഭക്തന്മാര് അകമഴിഞ്ഞ് സഹായിച്ചു. അത് നമുക്ക് ഭക്തന്മാർക്ക് എന്തൊക്കെയാണെങ്കിലും ഭക്തന്മാർക്ക് തമ്മിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലാക്കിയ നാളുകളാണ് ഞാൻ ഇതിലൂടെ കടന്നുപോയത്. ഹരേ കൃഷ്ണ മാതാജി. ഹരിബോൾ. ഹരേ കൃഷ്ണ മാതാജി. ശരിയാണ് മാതാജി. ഞാനിവിടെ ഇപ്പൊ മസ്കറ്റിലാണ്. ഇവിടെ കുറെ ഡിവോട്ടീസ് എനിക്ക് ചുറ്റുമുണ്ട്. എന്റെ ബിൽഡിങ്ങിൽ തന്നെ ഒരുപാട് ഡിവോട്ടീസ് ഉണ്ട്. എന്റെ ഹസ്ബൻഡ് ഇപ്പൊ ശരിക്കും യാത്രയിലാണ്, ഇവിടെ ഇല്ല, 2 ആഴ്ചയോളം ഇല്ല. പക്ഷെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അറിയില്ല. ഒന്നും മാറി ഡിവോട്ടീസ് വിളിച്ച് ചോദിക്കും എന്തെങ്കിലും ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും അവര് എന്തെങ്കിലും വേണമോ വരണമോ സഹായിക്കണോ. ഇന്നിപ്പോ ഇവിടെ ഭക്തിവൃക്ഷം ഉണ്ട്. അപ്പൊ എനിക്ക് ഒറ്റയ്ക്ക് ഇത്രയും കുക്ക് ചെയ്യാൻ പറ്റും. എങ്കിലും ഒരു പ്രഭു പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് ചെയ്തോളാം, മാതാജി ഒന്നും ചെയ്യണ്ട, സ്വീറ്റ് മാത്രം ചെയ്തു വെച്ചിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അപ്പൊ ഇവിടെ പ്രീച്ചിങ്ങിനാണെങ്കിലും അതെ, അല്ലാതെ സാധാരണ കാര്യങ്ങൾക്കാണെങ്കിലും, ഒരു അസുഖം വന്നാലും അതെ, ചിക്കൻ പോക്സ് ഒക്കെ പിടിച്ച സമയത്ത് ഡിവോട്ടീസ് ആണ് ഇവിടെ വന്നു നിന്ന് പ്രഭുവിനെയൊക്കെ നോക്കിയതും. പ്രഭുവിന് കുറച്ച് ആക്സിഡന്റ് ഒക്കെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പോഴൊക്കെ ശരിക്കും എനിക്ക് തൊടാനൊക്കെ പേടിയായിരുന്നു, പൊള്ളിയൊക്കെ പിടിച്ചിട്ട്. പക്ഷെ ഡിവോട്ടീസ് വന്നിരുന്ന് ഞാൻ എല്ലാം എടുത്തു കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അവരാണ് ഫുൾ സേവയും ചെയ്യുന്നത്. എന്താ പറയാ, നമ്മൾ ഫിഷ് ഔട്ട് ഓഫ് സാൻഡ് എന്നുള്ള അവസ്ഥയാണ് ഡിവോട്ടീസ് ഇല്ലാത്തൊരു അവസ്ഥ നമുക്ക് ജീവിതത്തിൽ പറഞ്ഞത്. അപ്പം ഒരുപാട് ഡിവോട്ടീസിന്റെ ഒരുപാട് കാരുണ്യം എന്താ പറയാ അർഹിക്കുന്നതിനേക്കാളും കൂടുതൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ചും പറയുന്നത്. നമ്മള്
നമ്മളാൽ ചിലപ്പോൾ നമുക്ക് പ്രീച്ച് ചെയ്യാൻ പറ്റണം എന്നില്ല, പക്ഷെ നമുക്ക് പ്രീച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് വഴി, മറ്റുള്ളവരെ അസിസ്റ്റ് ചെയ്ത് വഴിയും, അവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവരെ സഹായിച്ചുകൊണ്ടും നമുക്ക് ആ ഒരു അസോസിയേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതിനുള്ള ഭാഗ്യം ഭഗവാൻ നീ എല്ലാവർക്കും ആ ഒരു മനോഭാവം എല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ. എനിക്കടക്കം എനിക്കിന്നിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, പ്രായം. ഹരിബോൾ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യം ഞാൻ എഴുതി വെച്ചിരുന്നു, പറയാൻ മറന്നുപോയതുകൊണ്ട് ഒന്നുകൂടെ പറയാണ്, സോറി. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂറിന്റെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. അത് പറയുന്ന വെച്ചാൽ പ്രാൺ ആചേ താർ സേ ഹേതു പ്രചാർ. ഇത് നമ്മുടെ ഗുരുമഹാരാജ് എല്ലാ ഗുരുക്കന്മാരും ഇത് പറയാറുണ്ട്. എന്താന്ന് വെച്ചാല് നമുക്ക് ജീവിതം ലൈഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വൺ ഹാസ് ടു പ്രീച്ച്, വൺ ഹാസ് ടു ബി ഇൻവോൾവ് ഇൻ ദ പ്രീച്ചിങ് എഫേർട്സ്. അപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ ഗൗഡിയ വൈഷ്ണവിസം അല്ലെങ്കിൽ ഇസ്കോൺ എന്ന് പറയുന്ന ശരിക്കും ഭജന ആനന്ദികളല്ല. നമ്മൾ ഭഗവാന്റെ നാമം ജപിച്ചു അല്ലെങ്കിൽ ഇത് കൊണ്ട് നമ്മുടെ മാത്രം ഒരു ആനന്ദത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരല്ല. വി ആർ ഗോഷ്ഠി ആനന്ദീസ്. അപ്പം അതില് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എത്രയും കൂടുതൽ ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ പറ്റുമോ അത്രയും അധികം ആൾക്കാരെ നമ്മൾ ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്നതിന് വേണ്ടി, അവരെ അതിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമ്മളാൽ കഴിയുന്നത് പോലെ സേവനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളതാണ്. പ്രാൺ അച്ഛേ താർ സേ ഹേതു പ്രചാർ. വൺ ക്യാൻ പ്രീച്ച് ഇഫ് ഹി ഹാസ് ഗോട്ട് ലൈഫ്. അപ്പൊ പ്രീച്ചിങ്ങിന്റെ എഫേർട്സ് ഇല്ലാത്തവർക്കെല്ലാം ലൈഫ്ലെസ് ആണ് എന്നുള്ള പോലെയാണ് ശ്രീ ഭക്തിസിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. മാജി ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോ മാജി പ്രഭുവിന്റെ കൂടെ മസ്കറ്റിലാണ്. നമ്മുടെ കരമന സെന്ററിലും മാജി രഥയാത്ര സമയത്തൊക്കെ വന്ന് സേവ ചെയ്തിട്ടുണ്ട്. അപ്പം മാജി അവിടെ കുട്ടികളുടെ എക്സാമും ഒക്കെ ആയിട്ട് തിരക്കാണെങ്കിലും ഇത്രയും പെട്ടെന്ന് ഒരു ക്ലാസ് എടുക്കാൻ വരുമ്പോൾ മാജി സമ്മതിച്ചു വന്നതിന് വളരെ നന്ദി മാജി. ഹരേ കൃഷ്ണ. ഇത്രയും ദൂരത്തിരുന്നും നമുക്ക് അസോസിയേഷൻ തരുന്നതിന് വളരെ നന്ദി മാജി. ഹരേ കൃഷ്ണ. ദണ്ഡവത് പ്രണാംസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വാഞ്ചാ കൽപതരുഭ്യശ്ച കൃപാ ഭാഗവതം ഗന്ധരാജ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ക്ലാസ് നന്നായിരുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ക്ലോസ് ചെയ്യട്ടെ മാജി. ഹരി ബോൾ. എല്ലാവരും ദർശനം കാണുന്നുണ്ടോ ഭഗവാന്റെ? ദർശനം കിട്ടുന്നേ ഇല്ല മാതാജി. മാജി കാണാൻ പറ്റുന്നില്ല. ഇല്ല. മാതാജി ഒന്ന് മൈക്കൂടെ ഓൺ ചെയ്യോ? ലക്ഷ്മി രാധ മാജി മൈക്കൂടെ ഓൺ ചെയ്തിട്ടൊന്ന് ഇത് ചെയ്യാവോ? ഇപ്പൊ കാണുന്നുണ്ടോ? ആ കാണുന്നു. കാണുന്നുണ്ട് മാജി, കാണുന്നു. ഓക്കെ മാതാജി. ഹരി ബോൽ. ഹരേ കൃഷ്ണ. Thank you, Maji. Thank you for the darshan. Hare Krishna. Dandavad pranams, Maji. Hare Krishna. Hare Krishna. Close it, Maji. ശരി മാതാജി. താങ്ക് യു. ഹരേ Hare കൃഷ്ണ. Krishna. Hare Krishna. Thank you, Maji. Hare Krishna.